ഫോർട്ട് കൊച്ചിയിലെ നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയ വിദേശി വ്ലോഗേഴ്സ് പിടിയിലായി. അമേരിക്കൻ പൗരന്മാരായ ക്വാറ്റി മിഷേൽ, ക്രിസ്റ്റഫർ റോസ് എന്നിവരാണ് പിടിയിലായത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഏത് മേഖലയിലാണ് അവിടെ ഈ പറയുന്നത് പോലെ അത് ഈ നിരോധിത മേഖല തന്നെയാണ്? ഫോർട്ട് കൊച്ചിയിലെ ഏതിടത്താണ് ഇവരുണ്ടായത്? ഒപ്പം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇവർക്ക് എതിരെ ചുമത്തിയ വകുപ്പുകൾ എന്താണ്? പ്രജിൻ, ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. റെഡ് സോൺ മേഖലയാണ് ഫോർട്ട് കൊച്ചി. പ്രത്യേകിച്ച് ഈ കോസ്റ്റ് ഗാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ്. അവിടെ ഡ്രോണിന് കർശനമായ നിരോധനമുണ്ട്. അത് മറികടന്നുകൊണ്ടാണ് ഈ വിദേശികൾ അവിടെ ഈ വ്ലോഗ് ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ പറത്തിയത്. പിന്നാലെ തന്നെ ഫോർട്ട് കൊച്ചി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇവരുടെ ഡ്രോൺ അടക്കം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പിന്നീട് ഇവരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്നത്. ഒരു 2 മാസം മുമ്പ് സമാനമായ സംഭവം അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഉത്തരേന്ത്യക്കാരായ 2 പേരെയാണ് ഈ വ്ലോഗ് ചിത്രീകരണത്തിന്റെ ഭാഗമായി ഡ്രോൺ പറത്തിയതിന് അറസ്റ്റ് ചെയ്തത്, കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ഇത് തുടർച്ചയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഫോർട്ട് കൊച്ചി മേഖലയിൽ ആകെ ഈ കോസ്റ്റ് ഗാർഡിന്റെ സംവിധാനം ഉള്ളതുകൊണ്ട് പരിശോധനയും നിയന്ത്രണങ്ങളും ഒക്കെ കർശനമാക്കിയതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വിദേശികളെത്തി ഡ്രോൺ പറത്തിയത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് ബെയിലബിൾ വകുപ്പാണ് ചുമത്തിയത്. ആ ഒരു പശ്ചാത്തലത്തെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.